ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് സാമ്പാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള പച്ചക്കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു സാമ്പാർ ഉണ്ടാക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് സിമ്പിളായിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. പിന്നെ എല്ലാ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. 2-3 വിസിലടിച്ച് വേവിച്ചാൽ മതി. നന്നായി വെന്ത് വന്നിട്ട് നമുക്ക് പുളിങ്ങൊക്കെ പാർന്ന് അതിലേക്ക് വേവിക്കുമ്പോൾ തന്നെ അതിലേക്കുള്ള സാധനങ്ങൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഞാനൊരു നോർമൽ സാമ്പാറാണ് കേട്ടോ കാണിക്കാൻ പോണത്. പൊടികളൊക്കെ ഇട്ടെടുത്ത് നമുക്കത് കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചോറിൻ്റെ കൂടെയും ഇഡ്ഡലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ സാമ്പാറാണ്. ഇത് വേവിച്ചിട്ട് വരാം. ഇതൊന്ന് വേവിച്ച് കുക്കറിലിട്ട് 2 വിസിലടിച്ചെടുത്തതാണ്. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുളിങ്ങ ഒഴിക്കാനുണ്ട്. പുളിങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ഇതാക്കിയിട്ട് ഒഴിച്ചെടുക്കുക. നന്നായിട്ട് ഒഴിച്ചെടുത്ത് സാമ്പാർ പൊടിയൊക്കെ ഇട്ടെടുത്ത് ഇട്ടെടുക്കാം. എന്നിട്ട് നല്ല തിളപ്പിച്ചതിന് ശേഷം സാമ്പാർ പൊടിയൊക്കെ ഇട്ടെടുത്ത് നല്ല തിളപ്പിച്ച് ഇനി അതിലേക്ക് കടുക് വറുത്ത് പറഞ്ഞാൽ നമുക്ക് ഇഡ്ഡലീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ സാമ്പാറായി മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ. താങ്ക് യു.